അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന യുദ്ധത്തിൽ GCC രാജ്യങ്ങൾ എന്തുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്ന വളരെ ലളിതമായ ചോദ്യം പലരും നിഷ്കളങ്കമായി ചോദിക്കാറുണ്ട്. മിഡിൽ ഈസ്റ്റിൻ്റെ പൊളിറ്റിക്സിനെക്കുറിച്ച്, GCC രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം പോലും പലരും ചോദിക്കുന്നത്. ചില വിവരങ്ങൾ നമ്മൾ ഇതുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇറാൻ്റെ ആക്രമണം മുഴുവനും ഏറ്റുവാങ്ങുന്നത് GCC രാജ്യങ്ങളാണ്. GCC രാജ്യങ്ങളിൽ 5000-ഓളം മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. 2500 മിസൈലുകളും പതിച്ചത് UAE-യിലാണ്. ഏറ്റവും കൂടുതൽ ഇറാൻ ലക്ഷ്യമിടുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയാണ്, UAE-യാണ്. അവരുടെ രാഷ്ട്രീയപരവും ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്. UAE ഇറാനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഇറാൻ UAE-യോട് സ്വീകരിക്കുന്ന അവരുടെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ്? ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കാൻ 2 എക്സാമ്പിൾ പറയാം. അമേരിക്കയിലെ UAE അംബാസഡർ ഉത്തൈബ ഒരു ഓപ്പൺ എഡ് വാൾ സ്ട്രീറ്റ് ജേർണലിൽ വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാചകം, ഇറാൻ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. നോട്ട് ഓൺലി ബിക്കോസ് വി ആർ സോ നിയർ ബട്ട് ബിക്കോസ് വി ആർ സോ ഡിഫറെൻറ്റ്. ഞങ്ങൾ വ്യത്യസ്തരാണ്, അതുകൊണ്ടാണ് ഇറാൻ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തത്. മോഡേൺ പ്രോഗ്രസീവ് മുസ്ലിം സൊസൈറ്റിയാണ് UAE. ഞങ്ങൾ സ്ത്രീകളെ ഉന്നതിയിലെത്തിക്കുന്നു, അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നു, എല്ലാ വിശ്വാസങ്ങളെയും സ്വീകരിക്കുന്നു. UAE ഈസ് ദ ആർഗ്യുമെൻറ്റ് ഇറാൻ ക്യാൻ വിൻ ഇറ്റ്. ഇറാന് ജയിക്കാൻ കഴിയാത്ത സംവാദമാണ് UAE. ഹോർമൂസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി യുദ്ധം നടക്കുകയാണെങ്കിൽ ആ യുദ്ധത്തിൻ്റെ മുന്നണി പോരാളികളായി UAE ഉണ്ടാകുമെന്ന് ഔദ്യോഗികമായി UAE പ്രഖ്യാപിച്ചതാണ്. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ച രാഷ്ട്രമാണ് UAE. ഹിസ്റ്ററി പരിശോധിച്ചാൽ 1986 നവംബർ 25-നാണ് UAE-യുടെ മണ്ണിൽ ആദ്യമായി ഒരു മിസൈൽ പതിക്കുന്നത്. ഇറാൻ ഇറാഖ് സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കോൺഫ്ലിക്റ്റിനിടയിലാണ് അബുദാബിക്ക് 100 കിലോമീറ്റർ അകലെ ആദ്യമായി ഒരു മിസൈൽ പതിക്കുന്നത്. ചെറിയ എയർ ഡിഫൻസ് സിസ്റ്റമായിരുന്നു അന്ന് UAE-ക്കുണ്ടായിരുന്നത്. അന്ന് മുതൽ ഇറാനെ ഭീഷണിയായി കാണുകയും പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു. ഇറാൻ്റെ മിസൈലുകളെ തടുക്കാനുള്ള സാങ്കേതിക വിദ്യ UAE-ക്കുണ്ട്. UAE വളരെ ടൈനി പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ്. UAE-യുടെ ടോട്ടൽ പോപ്പുലേഷൻ 11.57 മില്യൺ ആണെങ്കിൽ 95% വിദേശികളാണ്. 13 ലക്ഷം മുതൽ 14 ലക്ഷം വരെയാണ് നാറ്റീവ് പോപ്പുലേഷൻ. എന്നാൽ ഇതിന് ഒരു മറുവശവും കൂടിയുണ്ട്. ഇറാൻ UAE-യെ എങ്ങനെ കാണുന്നു എന്നതും പ്രധാനമാണ്. ഇറാൻ ഫോറിൻ മിനിസ്റ്ററായിരുന്ന മുഹമ്മദ് ജാവേദ് സരീഫ്, അദ്ദേഹം 2013 മുതൽ 2021 വരെ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററായിരുന്നു. 2021 മുതൽ 2024 വരെ അദ്ദേഹം ഇറാൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. മാർച്ച് 6-ന് അദ്ദേഹം നടത്തിയ ഒരു സംഭാഷണം, അദ്ദേഹത്തിൻ്റെ ഒരു ടെലഗ്രാം മെസ്സേജ് ലീക്കാവുകയുണ്ടായി. എന്താണ് അദ്ദേഹം UAE-യെ പറ്റി പറയുന്നത്? UAE ഇസ്രായേലിനെ പോലെ തന്നെ നമ്മുടെ ശത്രുവാണ്. UAE-യും ഇസ്രായേലും സെയിമാണ്. 1971-ലാണ് ബ്രിട്ടീഷുകാർ UAE-യെ സ്വതന്ത്രമാക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു
അബുദാബിയും അജ്മാനും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. അക്കാലത്ത് പുറത്തിറക്കിയ അൽ ഖാബ് നാമയിൽ പ്രിൻസിലി സ്റ്റേറ്റുകളെ എണ്ണുന്ന കൂട്ടത്തിൽ അൽഫബറ്റിക് ക്രമത്തിൽ അബുദാബിയും അജ്മാനും അതിൽപ്പെട്ടതായിരുന്നു. വളരെ സങ്കീർണമായ ചില തർക്കങ്ങൾ ഇറാനും യു എയും തമ്മിലുണ്ട്. പല ഡിസ്പ്യൂട്ടുകളുമുണ്ട്.